ഹലോ കൂട്ടുകാരെ, അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ണി എണീറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുപയറും പിന്നെ പൈനാപ്പിൾ പിന്നെ ഞാൻ എങ്ങാണ്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി കോമ്പിനേഷൻ അല്ലെന്നറിയാം, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു 10:30 ആവുന്ന സമയത്ത് അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് അവന് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, അതും ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. പൊതുവേ എനിക്കിങ്ങനെ മാങ്ങ ഇഷ്ടമല്ല, എന്നാലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിരുന്നു. പിന്നെ ഒരു മാന്തൽ ഉണ്ടായിരുന്നു കേട്ടോ, നങ്കി മീൻ എന്ന് പറയും നമ്മുടെ പാലക്കാടുള്ള ആളുകൾ. അപ്പോൾ അതും കൂടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പുളിയുണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് ഒരു ഇടനേരത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കണത് ഉണ്ടായിരുന്നില്ല. ഞാൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നപ്പോൾ മാത്രം അത് കഴിച്ചതാണ്. അതിന് ശേഷം പിന്നെ ഒരു ഉച്ചയാകുന്ന സമയത്ത് ഞാൻ ഉണ്ണിക്ക് ഇങ്ങനെ പാല് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ പാല് കുടിച്ചു. അതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഉണ്ണീനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണീൻ്റെ കുറച്ച് മിക്സർ ഉണ്ടല്ലോ, അതെടുത്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ മാന്തള നങ്കിമീനും കൂടിയിട്ടാണ്. ഉച്ചയ്ക്കും ചോറ് തന്നെയാണ്. 3 നേരം ചോറ് കഴിക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കും ചോറ് തന്നെ കഴിച്ചു. അതിന് ശേഷം പിന്നെ രാത്രിക്ക് വിപിനേട്ടൻ 50 രൂപയുടെ ബിരിയാണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു.